ജീവിതം ഒരു വലിയ യാത്രയാണ്. ജനനം കൊണ്ട് തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്നത്. ഇന്നീ യാത്ര ചെറിയ കഠിനമാണ്. പക്ഷേ എന്നും അങ്ങനെ ആവണമെന്നില്ല. നാളെ അത് എളുപ്പമായേക്കാം. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർക്ക് നമ്മൾ വളരെ വേണ്ടപ്പെട്ടവർ ആവാം, പക്ഷേ എല്ലാ സമയങ്ങളിലും അല്ല. സ്വന്തം കാര്യത്തിനു വേണ്ടി മാത്രം അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. നോക്കിയും കണ്ടും നല്ലതിനെ സംശീകരിച്ചും തിന്മയെ വെടിഞ്ഞും നേർപാതയിൽ സഞ്ചരിക്കുക എന്നത് തിരിച്ചറിവിന്റെ പ്രതീകമാണ്. ജീവിതം എന്നത് ഒരു കലയാണ്. ചിലർ തുഴഞ്ഞു രക്ഷപ്പെടും, ചിലരാകട്ടെ പടുകുഴിയിൽ തന്നെ ചെന്നു പതിക്കും, രക്ഷപ്പെടാനാകാത്ത വിധം. നമ്മുടെ ജീവിതം ഒരു വിളക്കിലെ തിരിനാളം പോലെയാണ്. എത്രത്തോളം നീണ്ടു നിൽക്കുന്നു എന്നല്ല, അത് എത്രത്തോളം വെളിച്ചം നൽകി എന്നതാണ് പ്രധാനം. വിച്ഛേദിക്കുമ്പോൾ ബന്ധങ്ങളിൽ നിന്നും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഊർജമാണ് ആവിയായി പോകുന്നത്. തളർന്നു പോകാനും തോറ്റുപോകാനും ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ജയിക്കാൻ ഒരു ഒറ്റ കാരണമേ ഉണ്ടാകൂ: ജയിക്കണമെന്നുള്ള നമ്മുടെ തീരുമാനം. വെളിച്ചം കൊണ്ട് ഇരുട്ടകറ്റാം, ചൂടുകൊണ്ട് തണുപ്പകറ്റാം. നിഷേധ ചിന്തകൾ അകറ്റാനുള്ള ഒരേയൊരു മാർഗം നല്ല ചിന്തകളാണ്. നല്ല ചിന്തകൾ ദൃഢമാക്കൂ, ചീത്ത ചിന്തകൾ അപ്രത്യക്ഷമായി കൊള്ളും. ജീവിതത്തിൽ ഞാനെന്ന ഭാവം ഉപേക്ഷിക്കുക, നമ്മൾ എന്ന ചിന്ത വളർത്തുക, അഹംഭാവത്തെ മറികടക്കുക, സ്നേഹത്തിനു വില കൽപ്പിക്കുക, ചിരി കൊണ്ട് അകലം കുറയ്ക്കുക, അപവാദങ്ങളെ അവഗണിക്കുക, വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. ജീവിതത്തിൽ ഒരു മനുഷ്യൻ നല്ല ചിന്തകൾ കൊണ്ടും നല്ല സംസ്കാരം കൊണ്ടുമാണ് വലിയവനാകുന്നത്. ഓർക്കുക, പണം ഭിക്ഷയാചിക്കുന്നവനും സമ്പാദിക്കുന്നുണ്ട്. എപ്പോഴും പുഞ്ചിരിക്കാൻ തയ്യാറാകുന്നവർ എപ്പോഴും ദേഷ്യപ്പെടുന്നവരെക്കാൾ ശക്തരാണ്. ജീവിതത്തിൽ നിരാശയുടെ ആഴം കുറയ്ക്കാൻ ഏറ്റവും നല്ല മാർഗം പ്രതീക്ഷയുടെ ഉയരം കുറയ്ക്കുക എന്നത് മാത്രമാണ്. ഓരോ ദിവസവും എന്റേതാണെന്നും ദൈവം എന്റെ കൂടെയാണെന്നുമുള്ള വിശ്വാസം മതി ഏത് പ്രതിസന്ധിയും തരണം ചെയ്തു സന്തോഷമായി മുന്നേറാൻ. ജീവിതത്തിലുണ്ടായ ദുരനുഭവങ്ങൾ മറന്നു കളഞ്ഞേക്കുക. എന്നാൽ ആ അനുഭവങ്ങളിൽ നിങ്ങൾ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കരുത്. കാഴ്ചയിലുള്ള വ്യത്യാസങ്ങളെക്കാൾ കാഴ്ചപ്പാടിലുള്ള വ്യത്യാസങ്ങളാണ് മാന്യരെ തമ്മിൽ അകറ്റുന്നത്. ഭീരുക്കൾക്ക് ഒരിക്കലും ക്ഷമിക്കാനാകില്ല. ക്ഷമിക്കാനുള്ള കഴിവ് ശക്തന്മാർക്ക് മാത്രമേ ഉള്ളൂ. എപ്പോഴും ചിരിക്കുന്നവരുടെ മുഖങ്ങളിൽ ദുഃഖമില്ലെന്ന് ധരിക്കരുത്. ദുഃഖം കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാം, പക്ഷേ തെറ്റിദ്ധാരണ നമുക്ക് തിരുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ചിന്തയാണ് നമ്മെ രൂപപ്പെടുത്തുന്നത്, നമുക്ക് വില നിശ്ചയിക്കുന്നതും അത് തന്നെ. തോറ്റിടത്ത് തന്നെ തുടങ്ങണം, തോൽപ്പിച്ചവരുടെ മുന്നിൽ നിന്ന് തന്നെ തുടരണം. മുറിച്ചു കടന്ന് മുറിവുണ്ടാക്കിയവരെ മറികടന്ന് ജയിച്ചു കാട്ടണം. ചില മനുഷ്യർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് എല്ലാത്തിനോടും നെഗറ്റീവ് സമീപനം ഉണ്ടാകുന്നത്. പിന്നീടുള്ള ഒന്നും അവരെ സന്തോഷിപ്പിക്കില്ല. പിന്നീട് ഒരിക്കലും ഒന്നിനോടും അവർ തൃപ്തരാകില്ല. പിന്നീടൊരിക്കലും അവർക്ക് പഴയ അവരാകാൻ കഴിയില്ല. പിന്നീട് അവർ അവസാനം വരെ അഭിനയിച്ചു ജീവിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെയും നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കരുത്. നമുക്ക് ആവശ്യമുള്ള ഒരാളോടും നമ്മൾ തിരക്കിലാണെന്ന് പറയരുത്. നമ്മളെ വിശ്വസിക്കുന്ന ഒരാളെയും നമ്മൾ വഞ്ചിക്കരുത്. നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരാളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ, ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്ക് അവിടെ എന്ത് പ്രസക്തി? ജീവിതത്തിൽ എല്ലാവരെയും സ്നേഹിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. നുണ പറഞ്ഞു ജീവിക്കുന്നത് പുഴയില്ലാത്ത തോണിയിൽ കയറിയതുപോലെയാണ്. എങ്ങും എത്തുമെന്നോ എന്താകുമെന്നോ പറയാൻ കഴിയില്ല. ഒന്നറിയാം, ആ തോണി ഒരിക്കലും ലക്ഷ്യം കാണില്ല.
സഞ്ചരിക്കുന്ന സമയം ഒക്കെയും സമാധാനവും തരില്ല. നിന്റെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നീ എടുക്കണം. കാരണം നിന്നെയും നിന്റെ സാഹചര്യത്തെയും നിന്നോളം മറ്റൊരാൾക്കും അറിയില്ല.